നമ്മൾ ദുബായ് ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ. നമ്മൾ പണ്ട് കളിക്കുമ്പോഴൊക്കെ പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഫ്ലൈയിങ് ടാക്സി മുതൽ ഇനി എന്താ ഡ്രൈവർലെസ് ടാക്സി വരെ ഇനി വരാൻ പോകണം. അതെ, ദുബായിൽ വരാൻ പോണ 5 മെഗാ ട്രാഫിക് പ്രോജക്ട്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത് ദുബായിയുടെ തന്നെ ചരിത്രം മാറ്റി കുറിക്കാൻ പോകണം. ഫസ്റ്റ് നമ്മളെല്ലാവരും കേട്ടതുപോലെ ഫ്ലൈയിങ് ടാക്സി, ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇനി അടുത്തതാണെങ്കിൽ ഗ്ലൈഡ് വേസ്. അതെ, ഗ്ലൈഡ് വേസ് എന്ന് പറഞ്ഞാൽ 4 തൊട്ട് 6 പേർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു നേരെ റോഡിൽ കൂടെ പോകുന്ന ഒരു പ്രത്യേക തരം വെഹിക്കിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിനെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് ഡ്രൈവർലെസ് ടാക്സീസ്. ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്, ഓട്ടോണമസ് ടാക്സീസ്. ഇത് വന്നിട്ടുള്ളത് മെയിൻലി ജുമേറ ഭാഗത്താണ്. അവിടെയാണ് ഇതിന്റെ പരീക്ഷണം. ഒരു 100 AI ടാക്സീസ് ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ദുബായ് ലൂപ്പ്, നമ്മളെല്ലാവരും കേട്ടതാണ്, അടിപൊളി പ്രൊജക്റ്റ് ആണ്. ഇത് വന്നു കഴിയുമ്പോൾ ഒരു 19 സ്റ്റേഷൻസിലാണ് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് വേൾഡ് ട്രേഡ് സെന്റർ, ഫിനാൻഷ്യൽ സെന്റർ, അങ്ങനെ മേജർ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തേക്കും ലിങ്ക് ചെയ്തിട്ടാണ് ഈ ദുബായ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് വരുന്നത്. ഇനി അടുത്തതായിട്ട് 20 മിനിറ്റ് സിറ്റി. അതെ, ഇതാണ് നമ്മുടെ തന്നെ ഹെൽത്തിനും വെൽനെസ്സിനും വരെ പ്രാധാന്യം കൊടുത്തിട്ട് ദുബായ് കൊണ്ടുവരുന്ന അടുത്ത പ്രോജക്റ്റ്. ഈ 20 മിനിറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ 80% നമുക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ എല്ലാം 20 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് പോയി മേടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാവലിംഗ് ആയിരിക്കും ഈ 20 മിനിറ്റ് സിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ദുബായ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ രാജാവായി മാറുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു പാർട്ടാവണമെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം.